സ്റ്റുഡൻസ്, കൺട്രോൾ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ മൊഡ്യൂൾ 2ന്റെ സിമുലേഷൻ അസൈൻമെന്റ്സ് ആണ് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്ലോട്ട് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ടൈം ആൻഡ് പീക്ക് ഓവർഷൂട്ട് ടൈം. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ടൈം റെസ്പോൺസ് വാല്യൂസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് മാറ്റ്ലാബിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ മാറ്റ്ലാബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് അതിനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിക്കാം. സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇങ്ങനെ. ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ ഇതിലെ ഓരോ ലൈനും എന്താണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ രണ്ട് ലൈൻസുകൾ ഏതെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും സ്ക്രീൻ ക്ലിയർ ചെയ്യാനും ഉള്ളതാണ്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ അസൈൻമെന്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 25 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 6s പ്ലസ് 25. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിൽ 25 എന്ന് പറയുന്നിട്ടുള്ള വാല്യൂ കൊടുക്കുന്നു. ഡിനോമിനേറ്ററിന് നമ്മൾ 1, 6 ആൻഡ് 25 നമ്മൾ കോഎഫിഷ്യൻസ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ സിസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വാല്യൂ കൊടുക്കുന്നു. ആൻഡ് ഐ എം ഗെറ്റിംഗ് ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻ SYS വേരിയബിൾ. ഓക്കെ, ഇനി ഞാൻ അതിന്റെ റൂട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ് ഇത്. സോ r is equal to root of d എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് -3 പ്ലസ് 4jയും -3 മൈനസ് 4j ആണ് നമുക്ക് ഇതിന് കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ ആണ് നമ്മുടെ സ്റ്റെപ്പ് ഇൻഫോ. ദിസ് ഇസ് എ ഫംഗ്ഷൻ ഫോർ ഫൈൻഡിങ് ദ സ്റ്റെപ്പ് ഇൻഫർമേഷൻസ്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ലിമിറ്റ്സ്, റൈസ് ടൈം ലിമിറ്റ്സ് ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 0 ആൻഡ് 1 ആണ് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ റെസ്പോൺസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റൈസ് ടൈം, അതുപോലെ സെറ്റിലിംഗ് ടൈം, മിനിമം, മാക്സ്, ഓവർഷൂട്ട്, അതുപോലെ തന്നെ പീക്ക് ടൈം എല്ലാം എനിക്കിവിടെ കാണുന്നുണ്ട്. സോ ഇതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് റെസ്പോൺസ്. ഇതിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂസ് കാണാൻ പറ്റും. ഇതിന്റെ പീക്ക് വാല്യൂ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 1.09. അത് തന്നെയാണ് നമുക്കിവിടെ പീക്കിൽ വന്നിട്ടുള്ളത്. അതിന്റെ ടൈം നമ്മൾ നോക്കിയാൽ കാണാം അറൌണ്ട് 0.7 ആണ്. അതും നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ റൈസ് ടൈം എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിയാൽ 1 വാല്യൂ എപ്പോഴാണോ ആവുന്നത് അതാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 0.554 ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് റൈസ് ടൈം 0.55 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് വാല്യൂസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഏത് പോയിന്റിലുള്ള വാല്യൂ ആണെങ്കിലും വി ക്യാൻ ചെക്ക്. സോ ഇങ്ങനെയാണ് നമ്മൾ മാറ്റ്ലാബ് സിമുലേഷനിലൂടെ ടൈം റെസ്പോൺസിന്റെ വാല്യൂ കാണുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.